ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് വലിയ പ്രാധാന്യവും പ്രസക്തിയും കാണുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. കഴിഞ്ഞ വർഷമാണ് ഒരു മനുഷ്യൻ മംഗലാപുരത്തെ മണ്ണിനടിയിൽ ലോറി പെട്ടുപോയപ്പോൾ അയാളുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ, അയാളെ രക്ഷിക്കാൻ, അയാളെ ശരീരമെങ്കിലും ഒന്ന് പുറത്തു കിട്ടാൻ വേണ്ടി 100 ദിവസത്തോളമാണ് മനുഷ്യർ അയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയത്. വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ ദേഹത്തേക്ക് കല്ലും മണ്ണും മഴയും ഒക്കെ ഒലിച്ചിറങ്ങിയപ്പോൾ അവരെ കണ്ടുപിടിക്കുവാൻ വേണ്ടി അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് വേണ്ടി പോലും മാസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞവരാണ് നമ്മൾ. ഈ അടുത്താണ് ഇപ്പോഴും കിട്ടാത്ത മനുഷ്യർ മരണപ്പെട്ടു എന്ന് സർക്കാർ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. നമ്മൾക്കൊക്കെ ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇന്ന് ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നാലും, എത്ര സമ്പത്ത് നമ്മൾക്ക് ചെലവാക്കേണ്ടി വന്നാൽ പോലും അതൊന്നും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടാറില്ല. നമ്മുടെ മൊബൈലുകളിലേക്ക് ഏതെങ്കിലുമൊക്കെ മനുഷ്യന്റെ കരയുന്ന വീഡിയോകൾ വരുമ്പോൾ നമ്മളുമായി യാതൊരുവിധ രക്തബന്ധങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ പോലും അയാളുടെ നിറകണ്ണൊഴുകുന്ന കരയുന്ന വേദനയുടെ മുമ്പിൽ നമ്മുടെ ഗൂഗിൾ പേകളും ഫോൺ പേയും ഒക്കെ തുറന്ന് 1000, 500, 2000, 10,000 ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താനാണ്. പറഞ്ഞു വന്നത്, ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് വലിയ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ കാണുന്നവരാണ് നമ്മൾ. അതേ നമ്മളോട് ഖുർആൻ പറയുന്ന ഒരു രക്ഷാപ്രവർത്തനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളെ രക്ഷപ്പെടുത്തണം, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം, നാറ, നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന നമ്മൾ രക്ഷപ്പെടുത്തിയ ആളുകളാകട്ടെ, എല്ലാവരും ഈ ദുനിയാവിലാകെ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 60 കൊല്ലം 80 കൊല്ലത്തേക്ക് ജീവിതം. ഈ 60-80 കൊല്ല ജീവിത കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളൊക്കെയും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറുവിഭാഗം നരകത്തിലേക്കും പ്രവേശിക്കപ്പെടും. അന്ന് നരകത്തിന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് ദുനിയാവിൽ വെച്ച്, അല്ലെങ്കിൽ അവരാണ് ജീവിതത്തിൽ ഫഖദ് ഫാസ, വിജയിച്ച ആളുകൾ. ആ വിജയിച്ച ആളുകളിലാണ് നമ്മളെ പെടേണ്ടത്. പറഞ്ഞു വന്നത്, ആ ആളുകളെ, നമ്മളെയും നമ്മുടെ കൂടെയുള്ള മനുഷ്യരെയും നരകത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് സ്വർഗത്തിന്റെ സുന്ദരമായ വെള്ളി വെളിച്ചത്തിലേക്ക്, പാതയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ള ഒരു വലിയ രക്ഷാപ്രവർത്തനം നമ്മൾക്ക് നടത്താനുണ്ട്. ആ രക്ഷാപ്രവർത്തനത്തിന് അള്ളാഹുവും അവൻ റസൂലും നൽകിയ നാമം, പേര് എന്ന് പറയുന്നത് ദഅവത്ത് എന്നാണ്. ഈ ലോകത്തേക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ എന്തിനാണ് പടച്ചുവിട്ടത്? ഇത് വെറുതെ ഒരു ജീവിതമല്ല, ഇത് കളിതമാശയല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്നാണ് പടച്ച റബ്ബ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം. ആരാധന എങ്ങനെയാകണം? വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചു. അള്ളാഹുവിന്റെ വിധി ഒരു വിഷയത്തിലുണ്ടായി. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന വിഷയം അള്ളാഹ് വിധിച്ചു. അള്ളാഹുവിന്റെ വിധി ഒരു വിഷയത്തിലുണ്ടായാൽ പിന്നെ അതിനെതിരെ ചിന്തിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നതും ഗുരുതരമായ തിന്മയാണ്. അതുകൊണ്ടാണ് ശിർക്ക് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 പാപമായിട്ട് മാറുന്നത്. അള്ളാഹുവിന്റെ കളയുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ യാതൊരു ചർച്ചയും പാടില്ല എന്നാണ് അർത്ഥം. മരിച്ചവരോട് ഞാൻ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അള്ളാഹുവിന്റെ കളയുണ്ട്. മലക്കളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹുവിന്റെ കളയുണ്ട്. ഞാനിങ്ങനെ വിജനമായ പ്രദേശത്തു കൂടെ നടന്നു പോകുമ്പോൾ ഒരു ശബ്ദം കേട്ട് ജിന്നാണ് എന്ന് തോന്നി, എനിക്ക് ജിന്നിനെ വിളിക്കാൻ പാടുണ്ടോ? അങ്ങനത്തെ ഒരു ചർച്ചക്ക് തന്നെ ദീനിൽ സ്കോപ്പില്ല. കാരണം അത് അള്ളാഹുവിന്റെ കളക്കെതിരാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടവരാണ്.
എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കുക? നമ്മൾക്ക് കുറെ മറുപടികൾ ഉണ്ടാകും. ഞാൻ നമസ്കരിച്ചുകൊണ്ട് നന്ദി കാണിക്കണം, ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, ഞാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം, ഞാൻ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്താണ് യഥാർത്ഥമായ നന്ദി എന്ന് പറയുന്നത്? ആ നന്ദി എന്ന് പറയുന്നത് എനിക്ക് ജീവൻ തന്ന അള്ളാഹു, എനിക്ക് ജീവിതം തന്ന അള്ളാഹു, എനിക്ക് ഉമ്മയെ നൽകിയ അള്ളാഹു, എനിക്ക് ബാപ്പയെ നൽകിയ അള്ളാഹു, എനിക്ക് ആരോഗ്യം നൽകിയ അള്ളാഹു, എനിക്ക് ആയുസ് നൽകിയ അള്ളാഹു, എനിക്ക് സമ്പത്ത് നൽകിയ അള്ളാഹു. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ എന്റെ ജീവിതത്തിന്റെ ആരാധനയുടെ മുഴുവൻ ഭാഗവും ഞാൻ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന തീരുമാനമാണ് ഏറ്റവും വലിയ ശുക്ർ എന്ന് പറയുന്നത്. ആ ശുക്റാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാറുണ്ട്, നമ്മുടെ ചുമരുകൾ ഒട്ടിച്ചു വെക്കാറുണ്ട്, സ്റ്റിക്കറായി പതിപ്പിച്ചു വെക്കാറുണ്ട്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? ഈ പ്രപഞ്ചത്തിന് രണ്ട് രക്ഷിതാക്കളില്ല, രണ്ട് സൃഷ്ടാക്കളില്ല, രണ്ട് ദൈവങ്ങളില്ല എന്ന് സമ്മതിച്ചു കൊടുക്കലും വാദിക്കാതിരിക്കലും അല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. മറിച്ച് എന്റെ പ്രാർത്ഥനകൾക്ക്, എന്റെ സഹായാർത്ഥനകൾക്ക്, എന്റെ വിഷമഘട്ടങ്ങളിലെ തേട്ടങ്ങൾക്ക്, എന്റെ അഭ്യർത്ഥനകൾക്ക് എന്നെ കേൾക്കാനും എന്നെ സഹായിക്കാനും എനിക്ക് ഉത്തരം നൽകാനും കഴിയുന്ന ഒരേ ഒരു ശക്തി, ആ ശക്തി എന്ന് പറയുന്നത് എന്നെ സൃഷ്ടിച്ച പടച്ച റബ്ബ് മാത്രം. ഇവിടെ കുറെ ദൈവസങ്കല്പങ്ങളുണ്ട്. ഇവിടെ മലക്കുകൾ മുതൽ പ്രവാചകന്മാർ മുതൽ കല്ലുകൾ മുതൽ നക്ഷത്രങ്ങൾ മുതൽ പലതിനെയും ദൈവങ്ങളായി സങ്കല്പിക്കുന്ന ഒരു മാനവരാശി ലോകത്തുണ്ട്. അവർക്കിടയിൽ വ്യത്യസ്തമായി ഞാൻ ആരാധിക്കുക, ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ സഹായം ചോദിക്കുക, ഞാൻ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അത് പ്രഖ്യാപിക്കാൻ കഴിയണം. അത് ഞാൻ പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കുമ്പോ എന്നെ ആര് കളിയാക്കിയാലും, എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും, എന്നെ ആര് ആക്ഷേപിച്ചാലും, എന്നെ ആര് തളർത്താൻ ശ്രമിച്ചാലും, എന്നെ പ്രയാസപ്പെടുത്തിയാലും, എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ആരെതിർത്താലും, ആര് മുഖം കറുപ്പിച്ചാലും, ആര് ഭീഷണിപ്പെടുത്തിയാലും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്നുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനത്തിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ആ പ്രഖ്യാപനമാണ് ഈ ലോകത്തെ കടന്നു വന്ന പ്രവാചകന്മാർ ഉടനീളം ഈ ലോകത്ത് നിർവഹിച്ചു തീർത്തത് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകലാണ്. ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, അല്ലാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. നീ കൊല്ലപ്പെട്ടാലും ശരി, നീ മുറിക്കപ്പെട്ടാലും ശരി, നീ കത്തിക്കപ്പെട്ടാലും മുറിക്കപ്പെട്ടാലും നിനക്ക് എന്തു സംഭവിച്ചാലും നീ അള്ളാഹുവിലേക്ക് ഒന്നിനെയും പങ്കു ചേർക്കുന്നവനായിട്ട് മാറാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു മതം. എന്തുകൊണ്ട് പാടില്ല? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ പടച്ച റബ്ബ് പൊറുക്കൂല. അള്ളാഹ്ക്ക് ദേഷ്യാണ്, അള്ളാഹ്ക്കത് വെറുപ്പാണ്. ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചാൽ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം മുഹൈദ്ദീൻ ശൈഖ് എന്ന് വിളിച്ചാൽ, ജീലാനിയെ വിളിച്ചാൽ, റിഫായി ശൈഖിനെ വിളിച്ചാൽ, മുഹമ്മദ് നബിയെ വിളിച്ചാൽ, ബദരീങ്ങളെ വിളിച്ചാൽ, മലക്കുകളെ വിളിച്ചാൽ, ജിന്നിനെ വിളിച്ചാൽ അയാളുടെ ഇതുവരെയുള്ള സൽക്കർമ്മങ്ങൾ മുഴുവൻ അല്ല പൊളിച്ചു കളയുന്ന പഠിപ്പിച്ചേ. നബിയെ നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളൊക്കെയും പൊളിഞ്ഞു പോകുമെന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. അതേ നമ്മളോട് പറയാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത് അവർ കേൾക്കൂല. ഇനി കേട്ടാൽ അവർ കേട്ടാൽ പോലും ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ എന്ന് വ്യാഖ്യാനിക്കുമ്പോ അതിനെതിരെ നമ്മളൊന്ന് തീരുമാനിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ അതോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ പൊളിയും പ്രിയരെ. അതുകൊണ്ട് പടച്ച റബ്ബിൽ പങ്കു ചേർക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. ബാക്കിയുള്ള പാപങ്ങൾ മുഴുവൻ അള്ള ഉദ്ദേശിക്കുന്നവർക്ക് അള്ള പുറത്തു കൊടുക്കും. പക്ഷേ പടച്ച റബ്ബിൽ ഒരാൾ പങ്കു ചേർത്താൽ അവര് ബഹുദൂരം പിയച്ചു പോയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. ആ ശിർക്കിന്റെ ഒരു ഭാഗവും നമ്മിൽ ഉണ്ടാകരുത്. എങ്ങനെയൊക്കെ ശിർക്ക് വരാം. നമ്മൾ ഈ പുതിയ കാലത്ത് പല സമുദായങ്ങളെയും പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മുതലാണ് നമ്മുടെ കല്യാണങ്ങളിൽ മഞ്ഞൾ കല്യാണങ്ങൾ കടന്നു വരാൻ തുടങ്ങിയത്. മറ്റു ഇതര മത സമൂഹങ്ങളുടെ വിവാഹത്തിന്റെ രീതികളും കോലങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ
നമ്മളാണ് കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. മൻ തശബ്ബഹ ബിഖൗമിൻ, നിങ്ങൾ ഒരു സമൂഹത്തോട് സാദൃശ്യം പുലർത്തിയാൽ ഫഹുവ മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് കണക്കാക്കപ്പെടുമെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ. ഓരോ ഭാഗത്തും വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങൾ ഇവിടെ നിന്നാണ് മുസ്ലിമിന് കിട്ടിയതിൽ നിന്ന് ആഘോഷിക്കണം. ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇവിടെ നിന്നാണ് നമ്മൾ കടം സ്വീകരിക്കുന്നത് എന്ന് ആലോചിക്കണം. ഇങ്ങനെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക്, മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക്. ഈ ജീവിതം വെറുതെയാണോ? ഇത് കളിതമാശയാണോ? അപ്പൊ ഹസിബുത്തും അന്നമാ ഖലഖനാകും അബത, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അല്ലാഹുവിലേക്ക് ഒരു മടക്കമില്ല എന്ന ചിന്തയോടുകൂടി നിങ്ങൾ ജീവിക്കണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കാൻ. ആ ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം. ഈ ജീവിതം വെറുതെയല്ല. പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒന്നും, അള്ളാഹ് വെറുക്കുന്ന ഒന്നും, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്ന ഒന്നും, അള്ളാഹുവിന്റെ ഇഷ്ടം നഷ്ടമാകുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നവനാണ് വിശ്വാസി. എന്തുകൊണ്ട്? വല്ലദീന ആമനു, ആരാണ് വിശ്വാസികൾ? അശദ്ദു ഹുബ്ബൻ ലില്ലാ, അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിനോടാണ്. ആ റബ്ബിന്റെ ഇഷ്ടമെങ്ങാനും അവർക്ക് കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ സ്നേഹം അവർക്ക് നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളുടെ കൂട്ടത്തിലെങ്ങാനും ഞാൻ പെട്ടുപോവുക എന്ന് പറഞ്ഞാൽ അതവർക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും ആകാത്ത ഒന്നാണ്. അത് റസൂൽ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം, അള്ളാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നത് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു റബ്ബേ. ഞാനെങ്ങാനും അറിയാതെ പങ്കു ചേർത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തൊട്ട് നിന്നോട് പാപമോചനം തേടുന്നു റബ്ബേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാ. അതുകൊണ്ടാ പ്രവാചകന്മാര് തങ്ങളെ മക്കളെ വിഷയത്തിൽ പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, വജ്നുബ്നി വബനി അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കതൊട്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു റബ്ബേ. അവരെ അകറ്റി നിർത്തേണമേ പടച്ചോനെ, എന്നെ അകറ്റി നിർത്തേണമേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുകൊണ്ടാ. യാക്കൂബ് അലൈഹിസ്സലാം മരിക്കാൻ സമയത്തെ മക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ ജീവിതം എങ്ങനെയാ പോവുക? ആരാ ബിസിനസ് കൊണ്ടെടുക്കുക? ആരാ ഉപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുക? എന്ന വർത്തമാനങ്ങളും ആവലാദികളും ഇല്ല. എന്റെ മകളെ കല്യാണം ആരാ നടത്തുക? എന്റെ മോന്റെ ജോലി എങ്ങനെ ശരിയാകുക എന്നൊന്നുമല്ല ഒരു വാപ്പ ചോദിക്കുന്ന ചോദ്യം. മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ, നിങ്ങൾ എനിക്കു ശേഷം ആരെയാണ് ആരാധിക്കുക? നിങ്ങൾ എന്തിനെയാണ് ദൈവമായി സ്വീകരിക്കുക? നിങ്ങൾ എന്തിനേക്കാണ് ഇബാദത്തുകൾ സമർപ്പിക്കുക? ആ മക്കൾ കൊടുക്കുന്ന മറുപടി, ഞങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും മക്ബറകളുടെ അരികിലേക്ക് കടന്നു ചെല്ലുമെന്നല്ല, ഏതെങ്കിലും ജാറങ്ങളിലേക്ക് കടന്നു പോകുമെന്നല്ല, ഇവിടത്തെ ഏതെങ്കിലും പണ്ഡിത പുരോഹിത വർഗത്തിന്റെ അടിമകളായി ജീവിക്കുമെന്നല്ല. നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, ഞങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഒക്കെ ഇലാഹൻ വാഹിദ, ഏകനായ റബ്ബാരാണോ ആ റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴൊതുങ്ങിയ ആളുകളായിരിക്കുമെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം മക്കളോട് പറയുന്ന വർത്തമാനം, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്തൊരു ഭാഗമാണ്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. എല്ലാവർക്കും മുസ്ലിമായി മരിക്കാൻ ആഗ്രഹം. ചോദ്യം, എത്ര പേർക്ക് മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ളത്. ആ ഭാഗത്ത് നമ്മൾ എത്ര പേരാണ് പ്രിയരെ ആത്മാർത്ഥമായിട്ടൊന്ന് കഠിനമായി ശ്രമിക്കുന്നവരുള്ളത്? തൗഹീദിന്റെ പടവാളുകളായ പ്രവാചകന്മാർ അള്ളാഹുവിനോട് തേടിയ തേട്ടമാണിത്. എന്നെയും എന്റെ മക്കളെയും ഒന്നും നിന്നിൽ പങ്കു ചേർക്കുന്നവരാക്കി മാറ്റരുത് റബ്ബേ. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന നമ്മൾ എത്ര പേരാണ് പ്രിയരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മൾക്ക് വേണ്ടി നമ്മുടെ വിഷയങ്ങളൊക്കെയും ആവലാതിപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷെ ഇന്നുവരെ ഈ നിമിഷം വരെ അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കരുതേ എന്ന്, എന്റെ കുടുംബത്തിൽ ശിർക്ക് സംഭവിക്കരുതേ എന്ന്, ഞങ്ങൾ കുഫറിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരരുതേ എന്ന്, ബിദ്അത്തിന്റെ ആളുകളായി ഞങ്ങൾ മാറരുതേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പോലെ, പ്രവാചകന്മാര് പ്രാർത്ഥിച്ച പോലെ നേർക്ക് നേരെ ശിർക്ക് ചെയ്യാത്ത ഒരു കുടുംബാക്കി ഞങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച് എത്ര പേര് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ആലോചിക്കണ്ടേ, സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ, അതിഗൗരവമായിട്ട് മനസ്സിലാക്കണ്ടേ. ബദറിലേക്ക് നോക്കി നമുക്ക് തൗഹീദ് വേഗം മനസ്സിലാവും. ബദറിലേക്ക് പുറപ്പെടുമ്പോ അബൂജഹൽ പടച്ചോണ്ട് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ,
അല്ലാഹുമ്മ ഉൻസുർ അഹ്ദൽ ഫിഅതൈൻ വഖൈറൽ ഫിഅതൈൻ വഅഫ്ളൽ. പ്രശ്നമേ, ഏറ്റവും നല്ല ടീമിനെ വിജയിപ്പിക്കണം, ഏറ്റവും ശരിയായ ഹക്കിന്റെ സത്യത്തിന്റെ ആളുകളെ വിജയിപ്പിക്കണം. ബദർ മനസ്സിലാക്കിയ ഏത് പ്രായമുള്ള മനുഷ്യനും ചെറിയ കുട്ടിക്കും തൗഹീദ് മനസ്സിലാകും. വേറെ ഒന്നിനും നോക്കണ്ട. രണ്ട് വിഭാഗം ആളുകൾ കൂട്ടിമുട്ടുന്നു. യൗമൽ തഖൽ ജമആൻ, രണ്ടു സംഘങ്ങൾ കൂട്ടിമുട്ടുന്നു. ആ രണ്ടു സംഘങ്ങളും യുദ്ധത്തിന്റെ മുമ്പ് പ്രാർത്ഥിക്കുന്നത് പടച്ചവനോടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് പടച്ചവനോടാണ്. അബൂജഹല് കഅബന്റെ കില്ല കുടിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്. പിന്നെ എന്താണ് വ്യത്യാസം? മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളോട് ചോദിക്കാൻ അവരെങ്ങനെ ചോദിച്ചു, ആരാണ് ആകാശം ഉണ്ടാക്കിയത്, ഭൂമി ഉണ്ടാക്കിയത്, നക്ഷത്രങ്ങൾ അധീനപ്പെടുത്തി ആലോചിച്ച് അവർ പറയും അള്ളാഹു എന്ന് അവർ പറയും. ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത്, ആരാണ് സസ്യങ്ങൾ മുളപ്പിക്കുന്നത് വെച്ചാൽ അവർ പറയും അവർ അല്ലാഹു ആണ് എന്ന് പറയും. ആർക്കാണ് ഈ ഭൂമിയുടെ അധികാരം എന്ന് ചോദിച്ചാൽ അവർ പറയും സയഖൂലൂന ലില്ലാഹ്, അത് അള്ളാഹുവിനാണ് എന്ന് പറയും. ആരാണ് ഈ റബ്ബുസ്സമാവാതി സബ്ഇ റബ്ബുൽ അർശിൽ അദീം, 7 ആകാശങ്ങളുടെ ഉടമ അധിപനാരാ ചോദിച്ചാൽ അവർ പറയും സയഖൂലൂന ലില്ലാഹ്, അത് അള്ളാഹുവിനാണ് എന്ന് പറയും. പിന്നെന്താ വ്യത്യാസം? മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് ഈ പറഞ്ഞത്. അപ്പുറത്ത് മുസ്ലിമീങ്ങളുണ്ട്, മുവഹിദീങ്ങൾ. എന്താണ് വ്യത്യാസം? ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ, ആരാധനക്കർഹനായിട്ട് മറ്റൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അവർ അഹങ്കാരം നടിക്കും. അല്ലാഹ് മാത്രം. അപ്പൊ ഞങ്ങളെ വിഗ്രഹങ്ങളോ ഞങ്ങളെ ബിംബസങ്കല്പങ്ങൾ ദൈവങ്ങളോ ഞങ്ങളുടെ മുൻഗാമികൾ പ്രാർത്ഥിച്ചതോ മറ്റൊരു ഭാഗത്തല്ല അള്ളാഹു മാത്രം എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർക്ക് ഒരു തരം അവരിങ്ങനെ ഇരുവിരി കൊള്ളുന്ന, അവർക്കിങ്ങനെ അസഹ്യത അനുഭവപ്പെടുന്ന. എന്നിട്ടോ അള്ളാഹു അല്ലാത്തവരുമുണ്ട്, മറ്റു ദൈവങ്ങളെ നിങ്ങൾക്ക് ആരാധിക്കാം, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം, മമ്പത്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം, റിഫായി ശേഖരനെ വിളിച്ച് പ്രാർത്ഥിക്കാം, മലക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നവരോട് പറഞ്ഞാൽ ഇതാവും സന്തോഷം. ഇത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. ഈ വിശ്വാസം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യർക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റണം. അവരെ നമ്മൾക്ക് സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ പറ്റണം. അവർക്ക് പിഴവ് പറ്റിപ്പോയത് എവിടെയാണ്? പല ആളുകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ ആത്മാർത്ഥമായി സ്വീകരിക്കേണ്ട വിശുദ്ധ ഖുർആൻ പറഞ്ഞ വർത്തമാനമാണ്. ഇതാണോ നേരായ പാത? ഫത്തബിഊ, നിങ്ങൾ ഇതിനെയാണ് മുറുകെ പിടിക്കേണ്ടത്, നിങ്ങൾ ഇതിനെയാണ് പിൻപറ്റേണ്ടത്. വലാ തത്തബിഊ സുബുൽ, നിങ്ങൾ മറ്റു മാർഗങ്ങളെ ഒന്നും സ്വീകരിക്കണ്ട. നാളെ പരലോകത്തൊരു വിഭാഗം മനുഷ്യര് വരും. പ്രിയരായി, وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس. കുഫറിലായി പോയ കാഫിരീങ്ങളായി നരകത്തിലേക്ക് എറിയപ്പെടുന്ന മനുഷ്യർ നാളെ പടച്ച റബ്ബിനോട് പറയുന്ന ഒരു വർത്തമാനുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലായിത്തീരാൻ കാരണക്കാരായ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട കുറച്ചാളുകൾ നജഅലുഹുമാ തഹ്ത അഖ്ദാമിന, അവരെ ഞങ്ങളെ കാൽച്ചുവട്ടിലേക്കൊന്ന് ആക്കിത്തരോ പടച്ചോനെ. ഞങ്ങളെ കാൽച്ചുവട്ടിലേക്ക്, ഞങ്ങൾ ഈ നരകത്തിന്റെ വഴിവക്കിലേക്ക് എത്തിപ്പെടാൻ കാരണക്കാരായ കുറെ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാട്ടിൽ, ദുനിയാവിൽ. ഞങ്ങളെ വഴിതെറ്റിച്ചവർ, തിന്മയിലേക്ക് ക്ഷണിച്ചവർ, തോന്നിവാസങ്ങളിലേക്ക് വിളിച്ചു കൊണ്ടുപോയവർ, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കുഫറിന്റെയും ഭാഗം മനോഹരമാക്കി പഠിപ്പിച്ചെന്നവർ, അവരെ ഒന്ന് കാണിച്ചു റബ്ബേ. എന്തിനാ? സ്നേഹിക്കാനാണോ? അല്ല, ഞങ്ങളെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടിക്കൂട്ടാനാണ് പടച്ചോനെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറഞ്ഞ തറക്തു ഫീകും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. 2 കാര്യങ്ങൾ ലൻ തദില്ലു, നിങ്ങളെ അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോകൂല. ലൻ തദില്ലു, നിങ്ങൾ പഴച്ചു പോവുകയേയില്ല. എപ്പോ? മാ തമസ്സക്തും ബിഹിമ, അത് 2ഉം നിങ്ങൾ ഇങ്ങനെ അണപ്പല്ലോണ്ട് മുറുക്കി പിടിച്ചാൽ. ഏതാണ് അത്? ഏതെങ്കിലും പണ്ഡിതന്മാരെ ഫത്വകളാണോ? അല്ല, കിതാബ് അല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. പ്രിയരെ, എത്ര പേര് വായിച്ചു? വിശുദ്ധ ഖുർആൻ കവർ ടു കവർ വായിക്കാൻ നമ്മൾക്ക് എത്ര ദിവസമാണ്? ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് അതിന് ഖുർആന്റെ പരിഭാഷക്ക് 1240 പേജുകൾ. എത്ര സമയമാണ് നമ്മൾക്കൊന്ന് വായിക്കാൻ? നാളെ ഖബറിൽ മൻ റബ്ബുക്, നിന്റെ റബ്ബാരാ എന്ന് ചോദിക്കുമ്പോ വിശ്വാസികൾ റബ്ബി അല്ലാഹ്, അള്ളാഹുവാണ് റബ്ബ്. മലക്ക് തിരിച്ചയക്കുക, മാ അദ്റാക്, നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ സമയത്ത് മലക്കൾ, ആ മനുഷ്യൻ മറുപടി പറയും, ഖറഅതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്ത, ഞാൻ അല്ലാഹുവിന്റെ ഗ്രന്ഥം വായിച്ചു, അതിൽ വിശ്വസിച്ചു, അതിനെ സത്യപ്പെടുത്തി.
ഏതായത്തൊന്ന് മനസ്സിലായി പ്രിയരെ? എന്റെ റബ്ബ് പടച്ചവനാണ്, ഞാൻ പിൻപറ്റേണ്ടത് ഇസ്ലാമിനെയാണ്, ഞാൻ എന്റെ പ്രവാചകൻ, എന്റെ ഇമാം വിശുദ്ധ ഖുർആനാണ് എന്ന് എന്റെ റസൂലുള്ളാഹി നമുക്ക് ഏതായത്തൊന്ന് കിട്ടി? ഈ 10-40 വയസ്സായിട്ട് നമ്മൾ ആയുസ് കണക്കൂടുന്നതൊക്കെ പിഴവാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60-70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞല്ലോ. നമ്മളിങ്ങനെ ഒരു ഇംഗ്ലീഷ് കലണ്ടർ വെച്ച് നമ്മുടെ പ്രായം ഇങ്ങനെ കൂട്ടുകയാണ്. ഇംഗ്ലീഷ് കലണ്ടർ അല്ല മുസ്ലിമിന്റെ ആയുസ് കൂട്ടാനുള്ള ഭാഗം. ഹിജ്രി കലണ്ടർ വെച്ച് പോകണം. ഹിജ്രി കലണ്ടർ വെച്ച് പോയാൽ ചന്ദ്രമാസം കണക്കാക്കിയാൽ ഓരോ വർഷവും 11 ദിവസം കുറയും. 33 വയസ്സ് നമ്മൾക്ക് ഇംഗ്ലീഷ് മാസപ്രകാരം അയക്കണമെങ്കിൽ ഹിജ്രി കലണ്ടർ പ്രകാരം നമ്മൾക്ക് 34 വയസ്സാണ്. 62 ആയ ഒരാൾക്ക് 64 വയസ്സാണ്. ആ 60ന്റെയും 70നും നമ്മൾ നീങ്ങുന്ന സഞ്ചാരം എത്രയും ചിന്തിക്കണം. ഇത് ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും താല്പര്യപ്പെടില്ല പലരും. കാരണം സത്യം അത്രമേൽ കയ്പാണ്. പ്രായം കൂടല്ലേ, മരണത്തിലേക്ക് അടുക്കല്ലേ, ഖബറിലേക്ക് നമ്മൾ ദൂരം കുറയല്ലേ. ഈ ജീവിതകാലത്ത് വിശുദ്ധ ഖുർആന്റെ വായനകളിലേക്ക്, പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പരാജയമാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. അതിന്റെ കൂടെ വസുന്നത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പാതയെ നിങ്ങൾ മുറുകെ പിടിക്കണം. മറ്റൊന്നുമില്ല. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നിലേക്കും അമിതമായി കടന്നു ചെല്ലണ്ട. ഒരു പണ്ഡിതനെയും നമ്മൾ അന്ധമായി പിൻപറ്റേണ്ട ആവശ്യമില്ല. ഒരു ഭാഗത്തിന്റെയും ഭാഗത്ത് നിൽക്കണ്ട. നമ്മൾ വിശുദ്ധ ഖുർആനും ഹദീസും ആരാണോ പറയുന്നത് അവരെ കൂടെ നിൽക്കണം. അതാണ് നമ്മുടെ പ്രമാണം. ഏതെങ്കിലും പണ്ഡിതന്റെ ഫത്വകളല്ല ഇസ്ലാമിന്റെ പ്രമാണം. ഏതെങ്കിലും ഗ്രാൻഡ് മുഫ്തിയുടെ വർത്തമാനങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണമല്ല. ആൾക്കൂട്ടം എവിടെയാണോ അവിടെയല്ല പ്രമാണം. നമ്മൾ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്ത് ഹദീസ് എന്ത് വേണം സ്വീകരിക്കുക. അതിന്റെ കൂടെ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളില്ലെങ്കിലും നമ്മൾ ആ ഭാഗത്ത് ഉറച്ചിക്കണം. ലോകം മുഴുവനും നമുക്കെതിരാണെങ്കിലും നമ്മൾ ആ ഭാഗത്തുണ്ടാകണം. എന്തുകൊണ്ടുണ്ടാകണം? നമ്മളങ്ങനെ വളരെ സ്നേഹത്തിൽ കുറച്ച് മനുഷ്യന്മാരോട്, നിങ്ങളെ ഈ നബിദിനത്തെ റബീഉൽ അവ്വലൊക്കെ നമ്മൾ ആഘോഷിക്കാൻ പറ്റുമോ? റസൂൽ ആഘോഷിച്ച് ചോദിച്ചാൽ ഈ റജബ് 27 നോമ്പിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് നമ്മൾ സ്നേഹത്തോടെ ചോദിച്ചാൽ ഒരു വിഭാഗം മനുഷ്യന്മാരെന്താ പറയാന്നറിയോ? അത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയോ? പറയൂല. ഹദീസിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയോ? പറയൂല. പിന്നെന്താ പറയാ? ഖുർആൻ പറയാ അമ്മാ വജദ്നാ അലൈഹി ആബാന, ഞങ്ങളെ പിതാക്കൾ ചെയ്തതാണല്ലോ ഇത്. മുൻഗാമികൾ എത്ര പണ്ഡിതന്മാർ സ്വീകരിച്ചു പോകുന്ന നിലപാടായത്. എത്ര ഇമാമിങ്ങൾ ചെയ്തു. ഞങ്ങളെ വാപ്പമാരും പിതാക്കന്മാരും ചെയ്തൊരു ആരാധനാ കർമ്മം നീ ഇല്ലാന്ന് പറയാ? ഇവർ ഖുർആൻ പറയാണ്ടോ? ഇല്ല. ഹദീസ് പറയാണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ഇവർ അവലംബം? മുൻഗാമികളാണ് അവലംബം. ഈ അവലംബം എങ്ങനെയാ ഇവർ ഇസ്ലാമിന്റെ പ്രമാണാകുക? നമ്മൾ ആലോചിക്കേണ്ട വിഷയം എത്രയേ ഉള്ളൂ. വകുല്ലുഹും മാതി യൗമൽ ഖിയാമത്തി ഫർദ, നാളെ നമ്മളെ പടച്ചോൻ ഒറ്റക്ക കൊണ്ടുവരാം. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, എങ്ങനെയാണോ നമ്മൾ സൃഷ്ടിക്കപ്പെടുക അതേപോലെ പടച്ചോനടുത്ത് നമ്മൾ ഒറ്റക്ക് വരും. നമ്മൾ ആരാധിച്ച നിലപാടുകൾക്ക് നമ്മൾ ഒറ്റക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ തെളിവ് പറയേണ്ടി വരും. നബിദിനം ആഘോഷിച്ചവൻ അയാൾക്ക് കിട്ടിയ തെളിവെന്താണ് എന്ന് പടച്ചോന്റെ മുമ്പിൽ പറയണം. റജബ് 27 നോമ്പെടുത്തവൻ പടച്ചോന്റെ മുമ്പിൽ പറയണം തെളിവെന്താണ് എന്ന്. അള്ളാഹു അല്ലാത്തൊരു വിളിച്ച് പ്രാർത്ഥിച്ചവൻ അള്ളാഹുവിന്റെ മുമ്പിൽ പറയണം തെളിവെന്താണ് എന്ന്. ഒറ്റക്ക് പറയണം. അവിടെ കുടുങ്ങും. അവിടെ ഒരു പണ്ഡിതനും ഒരു മൗലവിയും ഒരു ഖതീബും ഒരു ഇമാമും ഒരു മദ്രസ അധ്യാപകനും ഒരു പ്രമാണി ആരും കൂടല്ല. നമ്മൾ ഒറ്റക്കൊറ്റക്ക് പടച്ചോന്റെ മുമ്പിൽ പറയണം. അത് വിശുദ്ധ ഖുർആൻ പറയാ യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നാളെ ഒരു വിഭാഗം മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം യഖൂലൂന, അവർ പറയുന്ന വാക്കെന്തറിയോ? യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂല, ഞങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും പിൻപറ്റിയിരുന്നെങ്കിൽ, അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുറെ പണ്ഡിതന്മാരെ വർത്തമാനം കേട്ടു പോയി. കുറെ വേഷഭൂഷാദികൾ കണ്ടപ്പോ, മധുരമായ സംസാരങ്ങൾ കേട്ടപ്പോ, ആൾക്കൂട്ടം കണ്ടപ്പോ അതാണ് ശരിയെന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവര് പറയാ വഖാലു, അവര് പറയും റബ്ബന, അല്ലാഹ് ഞങ്ങൾ റബ്ബേ, ഇന്നാ അതഅനാ സാദതനാ വകുബറാഅന വഅളല്ലൂന സബീല, ഞങ്ങൾ രക്ഷിതാവേ ഞങ്ങൾ എന്തു ചെയ്തു എന്നറിയോ? ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവര് ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായത്. തീർന്നോ? ഇല്ല. ഈ നരകത്തിലേക്കെങ്ങാനും എറിയപ്പെടാൻ പോകുന്ന ചില അടിമകൾ പറയും, നരകത്തിന്റെ അവകാശികൾ പറയും റബ്ബന, ഞങ്ങൾ റബ്ബേ, ആത്തിഹിം, നീ അവർക്ക് കൊടുക്കണം.
ആർക്ക്? ഞങ്ങൾ ഇങ്ങനെ വരാൻ കാരണക്കാരായ കുറെ ആൾക്കാരുണ്ടല്ലോ, ഞങ്ങളെ പലരും നന്മയിലേക്ക് ക്ഷണിച്ചപ്പോ ഇതൊക്കെ നമ്മുടെ കാക്കക്കാരനവന്മാരായിട്ട് തുടങ്ങിയതാ, ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ, അങ്ങനെയൊക്കെ നോക്കി ആരാ സ്വർഗത്തിലുണ്ടാകുക എന്ന് പറഞ്ഞ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ പടച്ചോനെ. അവർക്ക് ഇരട്ടി കൊടുക്കണം. ഞങ്ങൾ എത്ര ശിക്ഷയാണോ അനുഭവിക്കുന്നത് അതിന്റെ ഇരട്ടി മിനൽ അദാബ്, ശിക്ഷയുടെ ഇരട്ടി നീ അവർക്ക് കൊടുക്കണം. അവർക്ക് വലിയ ശാപം നീ കൊടുക്കണേ പടച്ചോനെ എന്ന് ഇവർ പ്രാർത്ഥിക്കുന്ന പ്രിയരെ അള്ളാഹിനോട് പറയുന്നു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഏതു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും ആരാധനയുടെ ഏതു ഭാഗം നമ്മൾ നിർവഹിക്കുമ്പോഴും ഇതിന് വിശുദ്ധ ഖുർആനിൽ എന്താണ് തെളിവ് എന്ന് ചോദിക്കണം, ഹദീസിൽ എന്താണ് തെളിവ് എന്ന് ചോദിക്കണം. ഇത് മനസ്സിലാക്കാത്ത കുറെ പാമരന്മാരായ സാധനങ്ങൾ നമ്മുടെ കൂടെയുണ്ട് പ്രിയരെ. അവർക്ക് നിങ്ങൾ യഥാർത്ഥമായ തൗഹീദിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ബാധ്യത. ആ തൗഹീദിലേക്ക്, ആ ദഅവത്തിലേക്ക്, ആ പ്രബോധനത്തിന്റെ പാന്താവിലേക്ക് മനോഹരമായിട്ട് നമ്മൾ ഇറങ്ങിയാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും കൂക്കുവിളികൾ ഉണ്ടാകും. നമ്മളെ ആളുകൾ കളിയാക്കും, ബഹിഷ്കരിക്കും, നമ്മുടെ ആൾക്കാർ സലാം പറയാത്ത അവസ്ഥ വരും, കുടുംബത്തിലെ ആളുകൾ നമ്മോട് സംസാരിക്കാത്ത അവസ്ഥ വരും. ഇതൊന്നും വിഷയമല്ല. റസൂലുള്ളാഹി 40 കൊല്ലം ജീവിച്ചു നമുക്ക് പറയാം. ആ 40-നപ്പുറമുള്ള 63 വരെയുള്ള 23 വർഷ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ത്യാഗവും വേദനയും. അത്രകാലം അൽ അമീനായ ഒരാൾ എത്ര പെട്ടെന്നാണ് ഭ്രാന്തനെന്ന് ചാപ്പ കുത്തപ്പെട്ടത്, എത്ര പെട്ടെന്നാണ് കൽദാ പെരുങ്കളെന്ന് വിളിക്കപ്പെട്ടത്, എത്ര പെട്ടെന്നാണ് മസാഹിർ എന്ന് വിളിക്കപ്പെട്ടത്. തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ തൊലാക്ക് ചെയ്യപ്പെടുന്നു, ഇത് കൺമുമ്പിൽ കാണേണ്ടി വരുന്നു. നിറഗർഭിണിയായ തന്റെ മകൾ അബൂജഹൽ ഒട്ടകപ്പുറന്ന് വലിച്ച് താഴത്തേക്കിടുന്നു, രോഗിയായി മകൾ മരണപ്പെടുന്നു. തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചെടുത്ത് വന്ന് മുറിവിൽ എരിവാരി തേക്കുന്ന പോലെ പാട്ടുപാടി രസിക്കുന്ന ശത്രുക്കൾ. നമ്മൾ നടന്നു പോകുമ്പോ കുറച്ച് മനുഷ്യന്മാരെ നമ്മുടെ പിറകെ വന്ന് കള്ളായത് ദിവസവും വിളിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന മാനസിക ആഘാതത്തിന്റെ വേദന എത്ര. റസൂലുള്ളാഹിയെ വിളിച്ചു പെരുങ്കള്ള എന്ന്. റോട്ടിൽ ചത്ത് ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ഒരു നായയുടെ വേസ്റ്റ് നമ്മുടെ ദേഹത്തേക്ക് ഒരാൾ കൊണ്ടുവന്നിട്ടാൽ നമ്മൾക്കുണ്ടാകുന്ന മാനസിക വികാരം എന്താ പേര്? ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ റസൂലുള്ളാഹിയുടെ ദേഹത്ത് കൊണ്ടുവന്നിട്ടതേ എന്തു പറഞ്ഞതിന്റെ പേരില്ല? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരില്ല? അല്ല. അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ റസൂലുള്ളാഹി 2 കൈകളും നീട്ടി സ്വീകരിക്കൂലേ? ഷിബു അബീ ത്വാലിബിൽ 3 വർഷക്കാലം ഉപരോധിക്കപ്പെട്ടു, പച്ചിലകൾ കഴിച്ച് വിശപ്പടക്കേണ്ടി വന്നു, ഒരു നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എന്തിന്? അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് അല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന്. നമ്മളവിടെ ഒരു പ്രോഗ്രാം വെച്ച് നോക്കി, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അതിന്റെ പിറ്റത്താഴ്ച അടുത്ത മറുപടി പ്രസംഗം വരും, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. മക്കയിലെ ജാഹിലീങ്ങൾക്കുണ്ടായതിനേക്കാളും പിഴച്ച വിശ്വാസവുമായി പേര് നടക്കുന്ന മനുഷ്യർ നമ്മുടെ കൂട്ടത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്, തിരിച്ചറിവില്ലായ്മ കൊണ്ട്. നമ്മൾക്ക് തിരുത്താൻ പറ്റണം, നമ്മൾക്ക് നന്മയിലേക്ക് അവരെ ക്ഷണിക്കാൻ പറ്റും. ആ ത്യാഗം റസൂൽ പറഞ്ഞ നിങ്ങൾ വരും മുഹമ്മദേ എന്ന് പറഞ്ഞത് മുശ്രിക്കുകൾ വിളിക്കുകയാണ്. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാം. ഒരു കൊല്ലം നിങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങൾ ആരാധിക്കുക, അടുത്ത കൊല്ലം ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാം. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇതാണ് ആദർശം. ഈ ആദർശമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടേ. മതത്തെക്കാളും വലുതായി വിശ്വാസിക്കൊന്നും ഉണ്ടാകരുത്. അത് ഉറച്ച് പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് സാധ്യമായാൽ നമ്മൾ വിജയിക്കും. ആ വിജയമാണ് പ്രതീക്ഷിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. റഹമുറാഹിമീനായ നാഥൻ അത്തരം വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇബാദത്താണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, മറ്റൊന്നുമല്ല. ഇവിടെ നമ്മൾ ജീവിക്കണം. എന്തിനു ജീവിക്കണം? അള്ളാഹുവിനെ ആരാധിക്കാൻ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ വേണം? താമസിക്കാൻ ഒരു വീട് വേണം, നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാകണം. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അത് വാങ്ങാനുള്ള പണം ഉണ്ടാകണം. ആ പണത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം. ആ ജോലി കിട്ടാൻ നമ്മൾ പഠിക്കണം. പഠനവും ജോലിയും സമ്പത്തും വീടും ആരോഗ്യവും ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ആരാധിക്കാനാണ്. അവിടെ ഒരിക്കലും നമ്മൾക്ക് ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്. ഒരു മനുഷ്യൻ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, എന്താണ് പ്രശ്നം? അയാളുടെ പ്രശ്നം അയാൾക്ക് എന്നും വൈകിയാണ് ജോലി തീരുക, ക്ഷീണാണ്.
അള്ളാഹു പറഞ്ഞത് എന്തിനാ ജോലിക്ക് പോയത്, എന്തിനാ ജോലിക്ക് പോകാൻ പറഞ്ഞു? അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കാര്യം മറന്നു പോകല്ലേ എന്ന് ഖുർആൻ പറഞ്ഞു. നമ്മൾ അധ്വാനിച്ചതിന്റെ കഷ്ടപ്പെട്ടതിന്റെ കുറെ ഓഹരികൾ വീട്ടിൽ AC ആയിട്ടും വാഹനമായിട്ടും സുഖസൗകര്യങ്ങളായിട്ടൊക്കെ വരും. പക്ഷെ നമസ്കാരം ഒഴിവാക്കിയ കുറ്റം നമ്മൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരും. 5:50 സുബഹി ജമാഅത്ത് ഇപ്പോഴും നമ്മൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പരാജയമാണ്. നമ്മുടെ പരാജയം. സമ്പത്ത് എന്ന ഒരു പരീക്ഷത്തിൽ നമ്മൾ തോറ്റുപോവുകയാണ്. റസൂലുള്ളാഹി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് ദീനിന്റെ വിഷയത്തിലാക്കരുതേ എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ പ്രിയരെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യാഹിതങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ അള്ളാഹു നമ്മൾക്ക് വിധിച്ചിട്ടുണ്ടാകും. റസൂൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ, എനിക്ക് പട്ടിണി ഉണ്ടായിക്കോട്ടെ, രോഗം ഉണ്ടായിക്കോട്ടെ, അപകടം സംഭവിച്ചോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അതൊക്കെയും സംഭവിക്കേണ്ടത് എന്റെ ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രം ആകണം. എന്റെ ദീനിന്റെ വിഷയത്തിൽ എനിക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഹിദായത്ത് നഷ്ടപ്പെടരുത്, കുഫറിലേക്ക് ഞാൻ നടന്നു പോകരുത്, എന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കരുത്, എനിക്ക് പാപങ്ങൾ സംഭവിക്കരുത്, എന്റെ ഈമാൻ കുറഞ്ഞു പോകരുത്, ആരാധനകൾ എനിക്ക് ആവേശവും ഉന്മേഷവും നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകരുത്. ഈ കാര്യങ്ങളെയാണ് റസൂലുള്ളാഹി ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപകടങ്ങളായിട്ട് കാണുന്നത്. ബാക്കി എന്തൊക്കെ സംഭവിച്ചാലും അത് എത്ര വലിയ അപകടങ്ങളാണെങ്കിലും അത് പ്രശ്നമല്ല. ദുനിയാവല്ലേ, ദാറുൽ ബലാണ്, പരീക്ഷണമാണ്, സാരമില്ല. അത് ചിലപ്പോ മാറും. ഇനി മാറിയില്ലെങ്കിലും ഈ പരീക്ഷണങ്ങൾ ഞാൻ ക്ഷമിച്ചാൽ അതിന് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ആ പ്രാർത്ഥന അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന. അള്ളാഹുവേ, ഞങ്ങളെ ഏറ്റവും വലിയ ചിന്താവിഷയം ദുനിയാവാക്കല്ലേ എന്നാണ്. ഈ ദുനിയാവ് 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 അത് മാത്രം ഞങ്ങളെ ചിന്തയിൽ കൊണ്ടുവരരുതേ അള്ളാഹു എന്നാണ് റസൂൽ പടച്ചോട് പ്രാർത്ഥിക്കണേ. ഈ ദുനിയാവിൽ നമ്മൾ 10-50-80 കൊല്ലം ജീവിക്കും. ആ ജീവിതകാലം അള്ളാഹു നമ്മൾക്ക് അസൈൻമെന്റ് തോന്നുന്നു. ആ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി നേടി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകലാണ്. അതിന് വിലങ്ങാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മളെ ഇനി ഇതുവരെയുള്ള കാലഘട്ടം എന്തൊക്കെ സംഭവിച്ചു സാരല്ല. പക്ഷെ അള്ളാഹു പറ, നീ എന്റെ അടുത്തേക്ക് മടങ്ങാൻ റെഡി ഉണ്ടോ? അല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. എല്ലാം പൊറുത്തു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുക. ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. നീ രാത്രിയിലും പകലിലും ഒക്കെ തിന്മയിൽ അഭിരമിക്കുകയാണ്. അള്ളാഹു പറയാം, വാനാ അഗ്ഫിറു ദുനൂബ ജമീഅ. ഞാൻ ഫുള്ള് പൊറുത്തരും, നീ എന്റെ അടുത്തേക്ക് വരണം. ഒക്കെ അവസാനിപ്പിച്ച് വന്നാൽ ഞാൻ പൊറുത്തരും. തഫറഅലി ഇബാദത്തി. എന്നെ ആരാധിക്കാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്ക്. നിന്റെ ഉള്ളിൽ ഞാൻ ധന്യത നിറക്കും, സമാധാനം ഞാൻ തരും, സമ്പത്ത് ഞാൻ തരും. അള്ളാഹു പറഞ്ഞു, നീ ആകെ സൊല്യൂഷൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒന്ന് സമയം മാറ്റി വെക്കണം. അതിനെ നീ സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ നിന്റെ ദാരിദ്ര്യം ഞാൻ പരിഗണിക്കുകയേ ഇല്ല പറഞ്ഞു. ഒരു സ്വഹാബി വന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കസറത അലയ്യ. എനിക്ക് മതത്തിന്റെ നിയമം ഇതൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് അനുഭവപ്പെടുകയാണ്. ഫഖ്ബിർനി ബിശൈഇൻ തശബ്ബസു ബി. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ച് ഞാൻ അത് വിടാതെ ചെയ്യാം. എന്താ ചോദിക്കുന്നത്? എനിക്ക് 5 നേരം നമസ്കാരം ഭയങ്കര പ്രയാസമാണ് റസൂലെ, എനിക്കതൊന്ന് 3 നേരമാക്കി ചുരുക്കുവാനാണോ? നോമ്പ് 30 ദിവസം കഴിയൂല, ഒന്ന് ചെറുതാക്കി തരുമോ? അല്ല, എനിക്കിത് മുഴുവൻ നിർവഹിക്കണം, ജമാഅത്തിന് എത്തണം. പക്ഷെ എന്റെ മനസ്സ് റെഡിയാകില്ല. മനസ്സ് റെഡിയാവാൻ എന്തെങ്കിലും സൊല്യൂഷൻ, പരിഹാരം ഉണ്ടോ? അത് ഞാൻ വിടാതെ ചെയ്യാം. ഒറ്റ വാക്ക് റസൂൽ, ഒറ്റ വാക്ക്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ല. നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് റത്ബായാൽ മതി. റത്ബ് എന്ന് പറഞ്ഞാൽ നനവുള്ള ഈത്തപ്പഴത്തിന് പറയുന്ന പേരാണ്. അള്ളാഹു എന്നൊരു ഓർമ്മ വറ്റി വരണ്ട് ഉണങ്ങിപ്പോകാതെ ജീവിതത്തിലുണ്ടോ, ദീൻ എളുപ്പവും. അതെന്ന് നഷ്ടായോ ദീന പ്രയാസവും ബുദ്ധിമുട്ടാവും. ഒറ്റ പരിഹാരം, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന മുറുകെ പിടിക്കുക. ഒരു ദിവസം ഒരു പേജെങ്കിലും സഹിതം വായിക്കാൻ തയ്യാറാവുക. സമയത്തെ ഗുണപ്പെടുത്തുക. നമ്മളെ പറയും തിരക്കാണ്, ജമാഅത്ത് എന്താ തിരക്കാണ്. തിരിച്ചാലോചിച്ചു നോക്കി,
നമ്മൾ ജമാഅത്തിന് വേണ്ടി സമയം കണ്ടെത്താത്തത് കൊണ്ടാണോ ജീവിതം ഇത്ര തിരക്ക് പിടിച്ചതായത്? നമ്മുടെ ജീവിതം ഉടനീളം അള്ളാഹുവിന്റെ ആ പള്ളിയും ആ നമസ്കാരവും ആ ഭാഗമായി ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ജീവിതം സുന്ദരവും. അള്ളാഹു പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിനക്ക് എല്ലാം തരാം. അള്ളാഹു നമ്മളെ കുറിച്ച് ഓർക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ അത് കുറൂനി, നിങ്ങൾ എന്നെ ഓർത്താൽ അത് കൊടുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. അള്ളാഹു ആ ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് മുറുകെ പിടിച്ച്, ഞാൻ മുറിക്കപ്പെട്ടാലും കത്തിക്കപ്പെട്ടാലും കൊല ചെയ്യപ്പെട്ടാലും എന്നെ ആക്ഷേപിച്ചാലും കുത്തുവാക്ക് വന്നാലും പരിഹസിച്ചാലും ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച്, ഷിർക്കിന്റെ ഒരു ഭാഗത്തും നമ്മൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച്, നമ്മുടെ കൂടെയുള്ള മനുഷ്യർ നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ, അവരാത്മാർത്ഥമായി തൗഹീദിലേക്ക് ക്ഷണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ അതിനോളം വലിയ വിജയമില്ല എന്ന തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവുക. കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും റഹ്മാനായ റബ്ബ് നമ്മൾക്ക് തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ നാഥ, അറിഞ്ഞും അറിയാതെയും പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ടും കൂട്ടുകെട്ടിന് രസങ്ങൾ കൊണ്ടും ഒക്കെ ചെയ്തു തീർത്ത പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം റഹ്മാനായ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ.